അത് നാച്ചുറലായി വീണത്. അതിലൊന്നും നമ്മൾ ഗിമിക്സ് കാണിച്ചില്ല. ഇത് വീഴണം, കെട്ടുകമ്പി കെട്ടണം, വലിക്കണം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ ഈ ലാൽ സാറിൻ്റെ അതാണ് എക്സ്പീരിയൻസ് പറയുന്നത്. ചോട്ട മുമ്പേ പൂന്ത് വിളാടുന്നാണ് പുള്ളി പറഞ്ഞത് എൻ്റെ അടുത്ത്. ലാൽ സാർ എന്താ ചെയ്യുക, ബൈക്കിൽ നിന്ന് ലാൽ സാറെ വിട്ടിട്ട് ഞാൻ വേറെ ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് തിരിച്ചു വന്ന് ക്യാപ്ചർ ചെയ്യുമ്പോൾ ഹി വിൽ ബി ഇൻ ദ ഫ്രെയിം. അപ്പം ഞാൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഒരു കണ്ണിൽ പുള്ളി അത് വാച്ച് ചെയ്തിട്ടാണ് പറഞ്ഞത്. അപ്പോൾ രാജു വന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ രാജു പറഞ്ഞു ഈ കാലെടുത്ത് അടിക്കണോ കോഡിങ്സ്, അപ്പോൾ ലെഫ്റ്റ് അടിക്കണം, റൈറ്റ് അടിക്കണം, ഇത് ഇങ്ങനെ പോസിബിൾ. 28 days ഒരേ ഇതിൽ ഷൂട്ട് ചെയ്യുമ്പോൾ മമ്മൂക്ക പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും ബോറടിക്കുന്നില്ലേ. മീര ജസ്മീനാണ് ഞാൻ ഭയങ്കര പേടിച്ചത്. കാരണം മീര ജസ്മീൻ്റെ ഫസ്റ്റ് ഫിലിം തൊട്ട് ഞാനാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാർ വേറൊരു പെണ്ണായിട്ട് അവിടെ മാറി. ഇതുവരെ പരിചയപ്പെട്ട മീര അല്ല സെറ്റിൽ വന്നു. ലാൽ സാർ വന്നുകൊണ്ടിരിക്കുന്നത് വേവ്സ് വന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുമ്പോൾ ടഫ് അങ്ങനെ വേവ്സ് ഭയങ്കര വേവ്സ് അടിച്ച് ലാൽ സാറുടെ ടൈറ്റ് ഫ്രെയിം വരുമ്പോൾ പുള്ളിയുടെ മോഹം കണ്ടിട്ട് ഞാൻ കറഞ്ഞു പോയി. ആ സമയത്തിലാണ് നമ്മൾ ക്യാമറ വയ്ക്കുന്നത് ലാൽ സാർ നടന്നു വരാൻ പറയുന്നത്. ലാൽ സാർ നടന്നു വരുമ്പോൾ വേറൊരു ഫിഗറായിട്ട് പുള്ളി ട്രാൻസ്ഫോർമേഷൻ ആവുന്നത് നമ്മൾ ക്യാമറയിൽ കാണും. അപ്പോൾ കട്ട് ചെയ്യാൻ പോലും തോന്നില്ല. സ്റ്റോറിക്ക് വേണ്ടി ഞാൻ എന്നെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യും. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. ഒരു TV പ്രോഗ്രാം കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാമറമാൻ അഴകപ്പൻ. പെട്ടെന്ന് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. പിറകിൽ നിന്ന് കനത്തൊരു ശബ്ദം, അഴകപ്പൻ ഉയർത്തെഴുന്നേൽപ്പ് ഞാൻ കണ്ടു, നമുക്കൊരു സിനിമയൊക്കെ ചെയ്യണ്ടേ. അഴകപ്പൻ മറുപടി പറഞ്ഞത് ശ്രീ മമ്മൂട്ടിയോടാണ്, നല്ലതാണെങ്കിൽ ചെയ്യാം സാർ. ഓ, നല്ലതാണെങ്കിലേ ചെയ്യൂ. അങ്ങനെ കുറച്ച് നല്ല സിനിമകൾ ചെയ്ത സിനിമാറ്റോഗ്രാഫറാണ് അഴകപ്പൻ. അദ്ദേഹത്തിനോടൊപ്പമാണ് ഈ ഒരു അഭിമുഖം മൂവി വേൾഡ് മീഡിയ ഓൺലൈനിൽ. നമസ്കാരം. നല്ലതേ ചെയ്യുള്ളൂ, ചൂസി ആവണം, സെലക്റ്റീവ് ആവണം, അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് കാലതാമസങ്ങൾ വന്നു. റീ എൻട്രിക്ക് എനിക്ക് റീ എൻട്രിയാണ് സിനിമയിൽ. അത് ഒരുപാട് സമയമെടുത്തു. കാരണം നല്ലൊരു സിനിമ കിട്ടണം പറഞ്ഞ് നടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നല്ലതാവും, നമുക്കറിയില്ലല്ലോ. ചെയ്യുമ്പോൾ നല്ല സിനിമ ആവാം, അല്ലെങ്കിൽ സിനിമ എല്ലാവരും നല്ലതാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ചിലത് കൈവിട്ടു പോവും, ചിലത് എല്ലാവരുടെയും ഒരു കോപ്പറേഷനിൽ നല്ല സിനിമ ആയിട്ട് മാറും. അതാണ് സിനിമയുടെ എക്സ്പീരിയൻസ്. ഈ അടുത്തടുത്ത് ചെയ്ത 3 പ്രൊജക്ടുകളുടെ സ്വഭാവം മൂന്നാണ്. ഇപ്പൊ ഒരേ കടൽ ചെയ്യുന്നു, ചോട്ട മുംബൈ ചെയ്യുന്നു, ചോക്ലേറ്റ് ചെയ്യുന്നു. 3 ടൈപ്പ് സിനിമകളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് മറ്റ് ഭാഷകളിലൊക്കെ, ഇപ്പോൾ ബോളിവുഡിലൊക്കെ കണ്ടുവെക്കുന്നത് സഞ്ജയ് ലീല ബൻസാലിക്ക് ഒരു സെറ്റ് ക്യാമറാമാൻമാരുണ്ട്, അവരായിട്ട് മാത്രമേ കൊളാബറേറ്റ് ചെയ്യുള്ളൂ. അവരും ചിന്തിക്കുന്നതും നടക്കുന്നതും ഒക്കെ വളരെ സീരിയസ് മനുഷ്യന്മാരെ പോലെയാണ്. സാറിന് എങ്ങനെ ഈ അഡാപ്റ്റബിലിറ്റി പറ്റുന്നത്? ചോട്ട മുംബൈ പോലെ ഒരു വൈബ് പടവും ചെയ്യുന്നുണ്ട്, ഒരേ കടൽ പോലെ വളരെ കണ്ടന്റ്ഫുൾ ആയിട്ടുള്ള ഒരു സിനിമയും ചെയ്യുന്നുണ്ട്. മൈൻഡ് സെറ്റപ്പ് മാറ്റുമോ ഓരോ പടത്തിന് വേണ്ടിയിട്ട്? മൈൻഡ് സെറ്റപ്പ് മാറ്റും. കാരണം ഈ 3 പടങ്ങൾ പറഞ്ഞ പടത്തിന്റെ മുമ്പത്തെ പടം 2 പടമുണ്ട്. ഒന്ന് ചാന്തുപൊട്ട്, അതിന് മുമ്പ് ചന്ദ്രോത്സവം. അപ്പൊ ഈ 5ഉം ഒരു ഡിഫറെന്റ് സ്റ്റോറീസ് ആണ്. അപ്പൊ സ്റ്റോറിക്ക് വേണ്ടി ഞാൻ എന്നെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യും. എൻ്റെ ട്രാൻസ്ഫോം ആവണമല്ലോ. സിനിമാറ്റോഗ്രാഫർ ഷുഡ് ചേഞ്ച് ദംസെൽഫ്, അല്ലെങ്കിൽ എനിക്ക് ഒരു ടേസ്റ്റല്ലേ ഉണ്ടാവും. അപ്പം ഞാൻ കഥ കേൾക്കുമ്പോഴും ഡയറക്ടറിൻ്റെ ടേസ്റ്റ് വരുമ്പോഴും സ്ക്രിപ്റ്റ് റൈറ്റർ നറേറ്റ് ചെയ്യുന്നതും കേട്ടിട്ടാണ് ഞാൻ എന്നെ മാറ്റുന്നത്. അപ്പം എനിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഒരു പാറ്റേൺ ഓഫ് ലൈറ്റിംഗ് ഉണ്ട്, ഒരു ക്യാമറ ഓപ്പറേഷൻ ഉണ്ട്. ഇത് മാറി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ആ കഥയുടെ ഉള്ളിൽ പോകണം, ഇൻസൈഡ് പോയിട്ട് അതിൻ്റെ ഡെപ്ത് എന്താണെന്ന് മനസ്സിലാക്കുക. അത് മേ ബി എ ഹ്യൂമർ, ആർ സീരിയസ് മൂവി, ആർ സ്ലാപ്സ്റ്റിക് കോമഡി, ആർ എന്താ പറയുക ലവ് സ്റ്റോറി, യങ്സ്റ്റേഴ്സിൻ്റെ. അപ്പോൾ ഇതും ഈ ട്രാവലിങ്ങിൽ ഓരോരോ സിനിമയിൽ ഇപ്പം രഞ്ജിത്ത് ഒരു കഥ പറഞ്ഞു, നന്ദനം കഴിഞ്ഞിട്ട് പിന്നെ ചെയ്ത പടങ്ങളാണ് മെഴി 2ലും, അത് കഴിഞ്ഞിട്ട് ചന്ദ്രോത്സവം. അപ്പോൾ പുള്ളിയുടെ കഥകളുടെ മാറ്റം വരുന്നത്. അതിലിരുന്ന് ഞാൻ ശ്യാമപ്രസാദിൻ്റെ ഒരേ കടൽ പോകുമ്പോൾ എൻറ്റയർലി ഡിഫറെൻറ്റ് സ്കൂളിംഗ് ആണ്. ആ സ്കൂളിൽ നമ്മൾ വീണ്ടും സീറോയിൽ നിന്ന് തുടങ്ങുക അഗെയിൻ. സോ അവിടെ നിന്ന് ഷാഫിയുടെ കൂടെ വരുമ്പോൾ
ഇത് ഭയങ്കര ഡിഫറെൻറ്റ്, അനദർ ഡിഫറെൻറ്റ് ഡയറക്ടർ. ഒരു യങ് വേൾഡാണ്. യങ് വേൾഡാണ്. പുള്ളി ഭയങ്കര വൈബ്രൻ്റായി എല്ലാം ഹ്യൂമറായിട്ട്, നമ്മൾ സീരിയസ് ആയിട്ട് ലൈറ്റ് ചെയ്യുമ്പോൾ അത് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചാന്ത് പൊട്ട് ഭയങ്കര ടഫ് വർക്കായിരുന്നു. ചാന്ത് പൊട്ട് അതിൻ്റെ കാരണങ്ങൾ പിന്നെ പറയാം. സോ ഇത് ഐ മൈസെൽഫ് ചേഞ്ച് മൈസെൽഫ് ടു ആ സ്റ്റോറി ആവുന്നു, അല്ലാതെ പറ്റില്ല. എല്ലാവരും അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ കൂടുതൽ കുറച്ച് ഹാർഡ് വർക്ക്, ഹോം വർക്ക് രണ്ടും ചെയ്യും. ഇപ്പൊ പേര് പോലെ തന്നെ വെക്കുന്ന ഫ്രെയിംസിനൊക്കെ ഒരു എസ്തെറ്റിക്സ്, ഒരു അഴകുണ്ടാവണം എന്ന് നിർബന്ധമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇപ്പൊ ചോട്ട എടുക്കാം സാർ. ഇപ്പൊ കറണ്ട് പോകുമ്പോ ഒരു വില്ലൻ വരുന്നു. അപ്പൊ കറണ്ട് പോകുമ്പോ അവിടെ ലൈറ്റ് ചെയ്യാൻ കുറച്ച് കാൻഡിൽസ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അവിടെ വെച്ചിട്ട് കലാപം മണിക്ക് കൊടുത്തിട്ടുള്ള ലൈറ്റ് അപ്പ് ഉണ്ട്. അപ്പൊ അതും പിന്നെ ഈ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുള്ള അധർമ്മയും ദുഷ്ടനും ഒക്കെ ഞാൻ തന്നെയാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു ഭീകരതയുണ്ട്. സോ ആ ഒരു ഫ്രെയിം മാത്രം സെറ്റ് ചെയ്യുന്നതിൽ തന്നെ അയാൾ എത്രമാത്രം ഈവിളായിട്ട് കേപ്പബിൾ ആണെന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു. പിന്നെ നമുക്ക് വേറെ വേറെ എക്സ്റ്റൻഷൻ ഒന്നും വേണ്ട. ആ സീക്വൻസ് ഗംഭീരമാണ്. സോ അങ്ങനെ, അതായത് നമുക്ക് ലൈറ്റിന്റെ സാധ്യത ഒന്നും ഇല്ലാത്ത സമയത്ത് വരുന്നൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ, അതെങ്ങനെ? എല്ലാ ഫ്രെയിം വയ്ക്കുമ്പോൾ ഡയറക്ടറായിട്ട് കൺസൾട്ട് ചെയ്യാതെ എനിക്കിനും ഒരു ഫ്രെയിം ഞാൻ വയ്ക്കും മുമ്പ് അത് ഡയറക്ടർ പറഞ്ഞ ശേഷം അതിൻ്റെ പുള്ളിയുടെ എന്താ ടേസ്റ്റ് എന്നുള്ളത് ഞാൻ പല പ്രാവശ്യം ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഒരു ഫ്രെയിം വയ്ക്കുന്നത്. ആ ഫ്രെയിം വെച്ചിട്ട് ലൈറ്റിങ് ചെയ്തിട്ട് ഡയറക്ടർ വീണ്ടും ഇങ്ങനെ മതിയോ അല്ല എനിത്തിങ് ഇത് വേണമെന്നും. കാരണം എനിക്ക് ഈ അൻവർ റഷീദിൻ്റെ കൂടെ പോകുമ്പോൾ അതിന് മുമ്പ് ചെയ്തത് രാജമാണിക്യം ഭയങ്കര ലൗഡർ ഫിലിമാണ്. ചോട്ട മുമ്പേ വേറെ മൊത്തം സെലിബ്രേഷൻ, പുള്ളി ഇങ്ങനെ പുകുന്ത് വിളാടുന്നാണ് പുള്ളി പറഞ്ഞത് എൻ്റെ അടുത്ത്. അപ്പം ഞാൻ ചോദിക്കും, അൻവർ ഇങ്ങനൊരു ചെയ്ത് വിട്ടേ ഡാർക്കായിട്ട് കാണിക്കാമല്ലോ എന്ന്. അപ്പം പുള്ളി പറഞ്ഞ വാക്കാണ് പല പ്രാവശ്യം, ചേട്ടൻ പുകുന്ത് വിളയാട്. അതിന് തമിഴ് വാക്കാണ്, പക്ഷേ അതൊരു ഇത് കിട്ടും, എനർജി കിട്ടും. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ചെയ്ത് അത് ടേക്ക് എടുത്തപ്പോൾ അന്ന് മോണിറ്ററിലില്ല. മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോ ക്വാളിറ്റി മോണിറ്ററാണ്, അതുകൊണ്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. മോണിറ്റർ വെച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കണ്ണ് ആണ് ജഡ്ജ്മെൻറ്റ്. മനസ്സും കണ്ണും ഒരുമിച്ച് പോകുമ്പോഴാണ് നമുക്ക്. അപ്പം ഡയറക്ടേഴ്സ് ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ഡയറക്ടേഴ്സ് ആണെങ്കിലും ഈ ഫ്രെയിം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം അവർക്ക് അവരെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ധാരണയിലെത്തും. ഇപ്പൊ ചടോമ്പയിൽ ഏറ്റവും അധികം എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത സീക്വൻസ്, തട്ടുകട സീക്വൻസ് ഉണ്ട്, ക്ലൈമാക്സിലെ പാപ്പാനിയൊക്കെ എത്തിക്കുന്ന സീക്വൻസ് ഉണ്ട്, പാട്ടുകളുണ്ട്, ഓരോരുത്തരുടെയും സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻട്രോസ് ഉണ്ട്. ഇപ്പൊ ജഗതിയുടെ ഇൻട്രോ ഉണ്ട്, സിദ്ദിഖ് മണിക്കുട്ടൻ കോമ്പോന്റെ ഇൻട്രോ ഉണ്ട്, ലാലേട്ടന്റെ ഇൻട്രോ ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത സീക്വൻസ് ഏതാ ചോട്ടോമ്പയിൽ? ശരിക്കും എല്ലാ സീൻസും ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. അതിൽ പർട്ടിക്കുലർ പറയുകയാണെങ്കിൽ ലാൽ സാർ ഈ ബൈക്കിൽ വരുന്ന ഒരു ഷോട്ടുണ്ട് ഗ്രൗണ്ടിൽ. അപ്പോൾ അത് ടെലി ലെൻസാണ് ഉപയോഗിച്ചത്. അപ്പോൾ എൻ്റെ ക്യാമറ ഓപ്പറേഷൻ മൊത്തം അതിൽ ഒരു ഡിഫറെൻറ്റ് ഞാൻ ട്രൈ ചെയ്തു. അതിൻ്റെ ആ ടൈമിൽ എനിക്ക് ഡച്ച് ഹെഡ് എന്നൊരു ഹെഡുണ്ട്. ഡച്ച് ഹെഡ് എന്ന് പറയുന്നത് ക്യാമറ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ക്യാമറ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് അത് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ചെന്നൈ ആർ ബോംബെ. അതിൻ്റെ റെന്റ് അന്ന് ഭയങ്കര ഹൈ ആണ്. അപ്പം ഞാൻ ഇത് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ട്രൈ ചെയ്യാൻ പറഞ്ഞു. മെഡ്രാസിലെ പല ഫ്രണ്ട്സുകളെയും വിളിച്ച് നോക്കി ഡച്ച് ഹെഡ്. അപ്പോൾ 1-2 ഉള്ളു എല്ലാം എൻഗേജ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ഡച്ച് ഹെഡ് നമ്മുടെ സാധാരണ ട്രൈപോഡിൽ തന്നെ ക്രിയേറ്റ് ചെയ്തു, നേരെ ഓപ്പോസിറ്റ് ആക്കി. ബട്ട് അത് ഭയങ്കര റിസ്ക് ആയിരുന്നു. അപ്പം അതിലൊന്ന് എന്താണെങ്കിൽ എല്ലാ ഷോട്ടിലെയും ഒരു ട്രാക്ക് ഉണ്ട്, ഒരു സൂം ഉണ്ട്, ആൻഡ് ക്യാമറ ഡച്ച് ഹെഡ് ഓപ്പറേഷൻ, സിഗ്സാഗ് മൂവ്മെന്റ്. അപ്പം ഭയങ്കര റിസ്ക് ആണ്. ഓരോ ഷോട്ട് എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് വരും, ഇത് ക്യാമറയിൽ കിട്ടുമോ എന്ന്. എനിക്ക് തുടക്കത്തിൽ ഉണ്ടായില്ല, എനിക്ക് ആ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ പ്രാർത്ഥിച്ചിട്ട് ചെയ്യുക. ക്യാമറ തന്നെ നമ്മുടെ ടെമ്പിൾ, നമ്മുടെ മാസ്ക്, നമ്മുടെ ചർച്ച്. അപ്പോൾ അതിനെ പ്രാർത്ഥിക്കുക ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി. അപ്പോൾ കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത്. അപ്പോൾ ലാൽ സാർ ഇങ്ങനെ വരുമ്പോൾ ഞാൻ സൈഡ് വൈസാണ് ക്യാമറയൊക്കെ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലാൽ സാറിൻ്റെ പറഞ്ഞു, ഒന്ന് ടഫ് ഷോട്ടാണ്, ഐ എം ട്രൈയിങ് ഔട്ട്, ശരിയായില്ലെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അണ്ണാ എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. ലാൽ സാർ എന്താ ചെയ്യുക, ബൈക്കിൽ നിന്ന് ലാൽ സാറെ വിട്ടിട്ട് ഞാൻ വേറെ ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് തിരിച്ചു വന്ന് ക്യാപ്ചർ ചെയ്യുമ്പോൾ ഹി വിൽ ബി ഇൻ ദ ഫ്രെയിം. അപ്പം ഞാൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒരു കണ്ണിൽ പുള്ളി അത് വാച്ച് ചെയ്തിട്ടാണ് വരുന്നത്.
അതാണ് എക്സ്പീരിയൻസ്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇതേ സംഭവം തന്നെ എനിക്ക് എക്സ്പീരിയൻസ് മറ്റേ ഇതിലെ ചന്ദ്രോത്സവത്തിലും കിട്ടിയിട്ടുണ്ട്. സോ ഈ എക്സ്പീരിയൻസ് ആക്ടേഴ്സ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ടെക്നിക്. നമ്മൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ബ്രീഫ് ചെയ്യണം. നമ്മൾ സീക്രട്ടായിട്ട് എല്ലാം ഓപ്പൺ ആയിട്ട് ഷുഡ് ബി ഓപ്പൺ ആണ് ദ ലൊക്കേഷൻ. ഇന്നത്തെ ജനറേഷൻ പോലെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നതല്ല പഴയ ജനറേഷൻ. അത് ഭയങ്കര എല്ലാവരും ക്യാമറമാൻ ആണെങ്കിൽ അവർ മാത്രമേ ചെയ്യാൻ പറ്റും, ഡയറക്ടർ ആണെങ്കിൽ അവർ മാത്രമേ ചെയ്യുന്നത്. അങ്ങനെ പോയ ടീമിലെ എൻ്റെ ഭാഗ്യം എല്ലാ ഡയറക്ടേഴ്സും കൂടെ മിക്സ് ചെയ്യാൻ പറ്റി. കൊളാബറേഷൻ സാധിച്ചു. അതെ. അപ്പം അതൊരു ഷോട്ട്. അത് കഴിഞ്ഞിട്ട് ഈവൻ മണി ലാസ്റ്റിലെ ക്ലൈമാക്സിൽ എടുക്കുമ്പോൾ അപ്പോൾ അത് ഭയങ്കര റിസ്കി ഷോട്ടാണ്. നമ്മൾ അത് റിസ്കി എന്ന് പറഞ്ഞാൽ അത് പൊട്ടി താഴെ വീഴുന്ന ഒരു ഷോട്ടാണ്. അപ്പോൾ ആ വീഴുന്ന ടൈമിൽ ഞാൻ ഗ്രാഫിക്സിൽ ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചത്. ഞാൻ ക്യാമറ എടുത്തിട്ട് ബാഗിൽ മൂവ് ചെയ്ത് മണി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്ന് വീണാൽ കൊള്ളാന്ന് പറഞ്ഞപ്പോൾ കംപ്ലീറ്റ് വീണ് ഫ്രെയിമിൽ. അതൊക്കെ ഒരു മിറാക്കിൾ സംഭവിച്ച പോലെ കിട്ടിയതാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. കാരണം ആ ടൈമിങ് എങ്ങനെ പെർഫെക്റ്റ് ആയി നമുക്കിപ്പം അറിയത്തില്ല. സോ അതുപോലെ പല ഷോട്ടുകളും ചോട്ടാ മുംബൈയിൽ അങ്ങനെ. ഇപ്പം ആക്സിഡൻറ്റ്, ഫോർട്ട് കൊച്ചിയിലെ ആക്സിഡൻറ്റ്, അപ്പോൾ ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ആക്സിഡൻറ്റ് ഒരു സ്റ്റണ്ട് മാസ്റ്റർ ചെയ്ത്. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. 2 ക്യാമറവേ ഒന്ന് വെച്ചിരുന്നു. മുമ്പ് എല്ലാ ഫിലിമും ഒരു ക്യാമറ വെച്ച് ചെയ്യുന്നത്, ഇന്നുപോലെ മൾട്ടിപ്പിൾ ക്യാമറ വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു സിനിമാറ്റോഗ്രാഫറെ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആകും ഹോൾ ഇൻഡസ്ട്രി. ആ സിനിമ ഷൂട്ടിങ്ങിലുള്ള എല്ലാവരും ഇയാൾ കറക്റ്റായിട്ട് എടുക്കുമെന്ന് മാത്രം എല്ലാവരുടെ ചിന്തയായിരിക്കും. ആ ചിന്ത നമ്മൾ മനസ്സ് സ്ട്രോങ് ആയി വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ് അത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ക്യാമറ ഓപ്പറേഷനിൽ ഡെഫിനറ്റാണ് ഞാൻ ഒരു ഡിഫറൻറ്റും കളർ പാറ്റേണിൽ ഡിഫറൻറ്റും ചെയ്ത ഒരു പടമാണ് ചോട്ടാ മുംബൈ. അന്നത്തെ കളറെ പറ്റി തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് സിനിമാറ്റോഗ്രാഫേഴ്സ് വിളിച്ച് ഇതെന്താ മെക്സിക്കൻ കളേഴ്സ് എന്ന് പറയും. ആ ടൈപ്പ് ഓഫ് വൈബ്രൻ്റ് ആയിട്ട് സിറ്റി ഓഫ് ഗോഡ്, സിറ്റി ഓഫ് ഹെവൻ, അങ്ങനെയുള്ള ചെറിയ ചെറിയ പടങ്ങളൊക്കെ കണ്ടിട്ട് അതിൽ എല്ലാം റെഫറൻസാണ് നമുക്ക് മനസ്സിൽ. കാരണം പിന്നെ എനിക്ക് പെയിൻറ്റിങ് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് പെയിൻറ്റിങ് ഒക്കെ നോക്കിയിട്ട് അത് എങ്ങനെ റെഡ് യെല്ലോ ഗ്രീൻ തീം അതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൽ ഉപയോഗിച്ച ഫിലിമും ബേസ് ഇന്നുപോലെ ഗ്രേഡിങ് വന്നിട്ട് DI എന്ന് പറയുന്ന ഗ്രേഡിങ് അല്ല. 3 കളറാണ് നമ്മൾ ചൂണ്ടി, അതായത് റെഡ്, ബ്ലൂ, ഗ്രീൻ ആൻഡ് യെല്ലോ. ഇത് നമ്മൾ തിരിച്ച് മെജന്ത, ഇൻഡിഗോ, സിയാൻ അങ്ങനെയാണ് കിട്ടുന്നത്. അതിലിരുന്നാണ് ഒരു റെഡ് കുറയ്ക്കുക, ഒരു ഇന്ന് പോലെ ഡിജിറ്റലിൽ ഇട്ടിട്ട് കാണാൻ പറ്റില്ല. സോ മൈൻഡ് സെറ്റാണ് നമ്മുടെ കണ്ണ് ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരിക്കണം. ആ കളർ എടുക്കുന്നതിക്ക് ഫസ്റ്റ് ആദ്യം ഒരു ടെസ്റ്റ് എടുത്തു. ടെസ്റ്റ് എടുത്തിട്ട് ഐ വാസ് നോട്ട് ഹാപ്പി. എനിക്ക് ആ യെല്ലോയിഷ് ഗ്രീൻ ആഡ് ചെയ്ത ഒരു യെല്ലോയിഷ് അത്. അപ്പോൾ രണ്ടാമതൊരു ടെസ്റ്റ് എടുത്ത്, മൂന്നാമത് ടെസ്റ്റ് എടുത്തപ്പോൾ ഐ വാസ് ഹാപ്പി. അൻവർ റഷീദ് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ചേട്ടൻ ഭയങ്കര ഫ്രീഡം തോന്നുന്നു ഡയറക്ടേഴ്സ്. അത് എല്ലാ ഡയറക്ടേഴ്സിനും കിട്ടിയിട്ടുള്ളത്. ഇനി ഒരേ കടലിലേക്ക് വരികയാണെങ്കിൽ ഈ ഫിസിക്കൽ ഇൻറ്റിമസി എസ്തെറ്റിക്കലി ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ബാലൻസ് ആണ്. അത് റെസ്പെക്ട്ഫുള്ളും ആയിരിക്കണം, ആർട്ടിസ്റ്റിനോട് റെസ്പെക്ട്ഫുൾ ആയിരിക്കണം, നമുക്ക് കാണുമ്പോൾ ആ ഇമോഷൻ കിട്ടും വേണം. അത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് ആ ഒരു ബാലൻസ് അങ്ങോട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അർത്ഥം മൊത്തം മാറിപ്പോകും. ഒരേ കടൽ അങ്ങനത്തെ ഒരു സബ്ജക്റ്റുമാണ്, ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പൊ അതിനകത്ത് ഈ മമ്മൂക്കയുടെ നെഞ്ചിൽ മീര ജാസ്മിൻ കടിക്കുന്ന ഒരു രംഗമുണ്ട്. ഇത് നമുക്ക് ആ മൊത്തം ആ പടത്തിന്റെ എസൻസും ഇമോഷനും ആ ലെസ്റ്റും ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഷോട്ടാണ്. ഈ ആ ഒരു അങ്ങനത്തെ സീൻസിലൊക്കെ വരുമ്പോഴുള്ള പ്രിപ്പറേഷൻ, അതിൽ കൊടുക്കേണ്ട നറേറ്റീവ്, എത്രമാത്രം ഡിസ്കഷൻ പോയിരുന്നു ആർട്ടിസ്റ്റും ശ്യാമപ്രസാദും സാറും തമ്മിൽ? ശ്യാംപ്രസാദ് ആക്ച്വലി അൺഡൗട്ടഡ്ലി ഭയങ്കര ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടർ ഫോർ ആക്ടേഴ്സ് ഡയറക്ടറാണ്. പുള്ളിക്ക് എന്താ സ്ക്രിപ്റ്റിൽ വേണോ അത് തന്നെ പുള്ളിക്ക് നറേറ്റ് ചെയ്യാൻ പ്രോപ്പറായിട്ട് വിത്തൗട്ട് എനി കമ്മ്യൂണിക്കേഷൻ ഈ ക്യാൻ നറേറ്റ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീഡം ഓഫ് സിനിമാറ്റോഗ്രാഫേഴ്സ് ഭയങ്കര ഫ്രീഡം കിട്ടുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ട്രൈ ചെയ്യാമല്ലോ എന്ന് ചോദിച്ചാൽ യു ട്രൈ, വേണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ല, യു ട്രൈ. ആ ട്രൈയിങ് ആയിരിക്കും പിന്നെ ഇംപ്രൂവൈസേഷനിൽ സക്സസ് ആകും. അപ്പം മോസ്റ്റ്ലി നമ്മൾ ഒരേ ഒരു സെറ്റിലാണ് അത് മൊത്തം. ഇന്റീരിയർ അൺഫിനിഷ്ഡ് ഫ്ലാറ്റ് ആയിരുന്നു, ഓപ്പൺ ഫ്ലാറ്റ് ആയിരുന്നു, അൺഫിനിഷ്ഡ് ആണ്. ആ ഫ്ലാറ്റ് അങ്ങനെ കേസായിട്ട് അങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം അതിൽ 10ാമത്തെ നിലയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിലൊന്ന് ഇതൊന്നുമില്ല, പാർട്ടീഷൻ ഒന്നുമില്ല. സെറ്റ് വെച്ച് പ്ലൈവുഡ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് പാർട്ടീഷൻ ഉണ്ടാക്കിയത്.
അപ്പോൾ ആ ഡയറക്ടർ അന്ന് മുത്തുരാജ് എന്നൊരാളെ ഞാൻ അവിടെ വിളിച്ചു. പക്ഷെ പുള്ളി ഫ്രീ അല്ലാതെ നിന്ന് ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം, ഡോണ്ട് വറി. അങ്ങനെ കളർ സെലക്ട് ചെയ്തിരുന്ന് പിന്നെ അവിടെ പോയി ഷൂട്ടിങ്ങിന് 2 ദിവസം മുമ്പ് അവിടെ പോയി ഇരുന്നു ആ ഫ്ലാറ്റിൽ. എങ്ങനെയൊക്കെ സൺലൈറ്റ് വരുന്നു, സോഴ്സ് ലൈറ്റ് എങ്ങനെയൊക്കെ വരുന്നു, ആഫ്റ്റർനൂൺ എങ്ങനെ വരുന്നത്, അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആകുമ്പോൾ സൺസെറ്റ്, മോർണിംഗ് ഇപ്പം ഒരു 7 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞ് വൈകിട്ട് ഒരു 6:30 മണി വരെ സൺലൈറ്റ് എങ്ങനെ ക്യാപ്ചർ ചെയ്ത് നോക്കി. അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി വെച്ചാണ് ആ ലൈറ്റപ്പ് ചെയ്തത്. അതേ നാച്ചുറൽ ലൈറ്റ് മാക്സിമം ഇല്ല, ലൈറ്റപ്പ് ചെയ്തു. നമ്മൾ അത് വെച്ചാൽ മാച്ച് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കളർ മാച്ചിങ് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് നമ്മളൊരു സൈഡ് എലിമെൻ്റായിട്ട് സപ്പോർട്ടിങ് ഇതായിട്ട് ലൈറ്റിംഗ് ആയിട്ട് വെച്ചിട്ട് അത് ഡിഫ്യൂസ് ചെയ്തിട്ട് അതേ ഔട്ട്ഡോറിൽ നിന്ന് എത്ര ലൈറ്റ് അകത്ത് വരുന്നോ ആ ലൈറ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ടഫായിരുന്നു. പക്ഷേ 28 ഡേയ്സ് ഒരേ ഇതിൽ ഷൂട്ട് ചെയ്യുമ്പോൾ മമ്മൂക്ക പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും ബോറടിക്കുന്നില്ലേ? കാരണം നമ്മൾ ഇവിടെ ക്യാമറ വയ്ക്കുന്നു, അവിടെ വയ്ക്കുന്നു, ലെൻസ് മാറ്റുന്നു. അപ്പം ലെൻസ് എനിക്ക് ഒരുപാട് സഹായിച്ച ഒരു പടമാണ്. ആ ലെൻസ് മാറ്റിയ സെറ്റിൻ്റെ ക്യാരക്ടർ മാറും, ആംഗിൾ മാറുമ്പോൾ സെറ്റിൻ്റെ ക്യാരക്ടർ മാറും, ലൈറ്റിംഗ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ സെറ്റിൻ്റെ നമ്മുടെ ആക്ച്വൽ സെറ്റ് എന്ന് പറയുന്നത് റിയൽ ലൊക്കേഷൻ പോലെ ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ ക്യാരക്ടർ തന്നെ നമ്മുടെ മനുഷ്യൻ്റെ ക്യാരക്ടർ മാറുന്ന പോലെ ആ വീടിൻ്റെ ഒരു ക്യാരക്ടർ മാറുന്നു. അങ്ങനെയാണ് നമ്മൾ ഓരോ സീനുക്ക് വേണ്ടിയ മൂഡ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം മമ്മൂക്കയുടെ അതിലത്തെ ക്യാരക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സമയം 2005 to 2010 മമ്മൂക്ക് ഇപ്പത്തെ ഈ എക്സ്പെരിമെന്റൽ ഫേസിലല്ല, കുറച്ചുകൂടി കൊമേഴ്ഷ്യൽ സിനിമകളൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഒരേ കടലിൽ വരുന്നത്. ഈ ഒരേ കടലിൽ ഫസ്റ്റ് ഹാഫിൽ മൊത്തം ഈ മീര ജാസ്മിനെ കാണുമ്പോൾ ഇദ്ദേഹത്തിന്റെ നോട്ടങ്ങളുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ടാണല്ലോ, അതായത് അദ്ദേഹത്തിന്റെ ഒരു ഫിസിക്കൽ ആഗ്രഹങ്ങൾ കഴിഞ്ഞിട്ടാണ് അവരോടുള്ള ശരിക്കുള്ള പ്രണയം തുടങ്ങുന്നത്. അതിന് മുമ്പ് ഓരോ തവണ ഇവർ വരുമ്പോഴും ഞാനൊരു പൂർണ്ണമായ ഗർഭിണിയെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂക്കയുടെ മുഖത്ത് വരുന്ന ഒരു ഭാവമുണ്ട്, കണ്ണിൽ വരുന്ന ഒരു സ്പാർക്ക് ഉണ്ട് ആ ലേഡിയെ കാണിക്കുമ്പോൾ. ഇത് ഒരു പക്ഷെ ഡയറക്ടറിന് മുമ്പ് തന്നെ ആ ഫ്രെയിമിൽ കണ്ട ആള് സാറായിരിക്കും. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ട്, ഇനിയും ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു മൊമെന്റ് ആയിരുന്നു ആ സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ. അത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായി ഈ പടം എവിടെയെങ്കിലും നാഷണൽ ലെവലിൽ എത്തിക്കും എന്നുള്ളൊരു ഓരോരോ ഫ്രെയിം ഷൂട്ട് ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ എക്സ്പ്രഷൻസും കൗണ്ടർ പാർട്ട് മീര ജസ്മീനാണ് ഞാൻ ഭയങ്കര പേടിച്ചത്. കാരണം മീര ജസ്മീൻ്റെ ഫസ്റ്റ് ഫിലിം തൊട്ട് ഞാനാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ തുടക്കത്തിൽ ഫിലിമിൽ വരും മുമ്പ് തന്നെ ഒരു ആഡ് ഫിലിമിലാണ് ബ്ലസ്സി കൊണ്ടുവന്ന് കാണിക്കുക, ഒരു കൊച്ചു കുട്ടി. അപ്പോൾ ടെസ്റ്റ് എടുത്ത് നോക്കിയപ്പം ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് സൂത്രധരൻ, എല്ലാ പടങ്ങളും അച്ഛൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഒരേ കടലിൽ വന്നപ്പം ഈ മമ്മൂക്ക കണ്ടിട്ട് പേടിച്ചിട്ട് ആക്റ്റീവോ എന്നൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്യാം പ്രസാദ് പറഞ്ഞ അത് അങ്ങനെ അല്ല, ക്യാരക്ടറിൽ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. അതുപോലെ പടം തുടങ്ങി ഒരു ദിവസം കഴിഞ്ഞ മീര മൊത്തം ഇൻ ടു ദ ക്യാരക്ടർ. പുള്ളിക്കാരി വേറൊരു പെണ്ണായിട്ട് അവിടെ മാറി. അപ്പം നമ്മൾ കാണുന്ന ഇതുവരെ പരിചയപ്പെട്ട മീര അല്ല സെറ്റിൽ വരുമ്പോൾ. അവിടെ വെച്ച് ലഞ്ച് ബ്രേക്കിൽ തമാശ പറയും, എല്ലാം കറക്റ്റാണ്. ലൈറ്റ്സ് ആൺ കഴിഞ്ഞാൽ ഷീ ചേഞ്ചസ് ഹർ ഫേസ്. അതെന്നെ മമ്മൂക്കാവും പറ്റി. അപ്പം മമ്മൂക്കാവും ഭയങ്കര കംഫർട്ടബിളായിരുന്നു. കാരണം ഈ ഭയങ്കര ഏജ് വ്യത്യാസം മാത്രമല്ല, എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവൾ പേടിക്കുമോ എന്നൊക്കെ വിചാരിച്ച് ഒരു പേടിയില്ല. അത്ര ബോൾഡായിട്ട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്കത് സിനിമാറ്റോഗ്രാഫിയിലും അത് ബിൽഡ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ ഉപയോഗിച്ച ആംഗിൾസൊക്കെ ഒന്നുകൂടെ റീകളക്ട് ചെയ്യുകയാണെങ്കിൽ കൺവെൻഷനില്ല, കൺവെൻഷൻ മൊത്തം ബ്രേക്ക് ചെയ്യാൻ. അപ്പം അത് ഒരു സക്സസ്ഫുള്ളായിട്ട് ഞങ്ങളെ സംഭവിച്ചല്ലോ. ബിക്കോസ് അത് ഫെസ്റ്റിവൽ ഇൻ്റർനാഷണൽ ഓപ്പണിംഗ് ഫിലിമായിട്ട് കിട്ടിയപ്പോഴാണ് ഗോവയിലെ അതിൻ്റെ അപ്രിഷിയേഷൻ കിട്ടിയപ്പോഴാണ് എനിക്കത് മനസ്സിലായി, ഓക്കെ വി ആർ ഓക്കെ. ചില ഷോട്ടുകളൊക്കെ നമ്മൾ വെറുതെ എടുത്തു വെച്ച ഷോട്ടുകളൊക്കെ പടത്തിൽ ഒരുപാട് സംസാരിക്കാൻ പറ്റി. അത് ഞങ്ങൾ കൊച്ചിയിലെ ഫോർ എക്സാമ്പിൾ കൊച്ചിയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ കുറേ ട്രാഫിക് ഷോട്ട് എടുക്കണമായിരുന്നു. അതിന് വേണ്ടി പോയപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു ബിൽഡിംഗ് ഇരിക്കുക. അപ്പോൾ എനിക്ക് എന്തോ ആ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശ്യാമെടുത്ത് പറഞ്ഞു, നമ്മുടെ അടുത്ത് ക്രെയിനുണ്ട്, ഇതിൻ്റെ 2-3 ഷോട്ട് എടുത്ത് വെക്കട്ടേന്ന് ചോദിച്ചു. ശ്യാം പ്രസാദ് പറഞ്ഞു ഓക്കെ, ആർട്ടിസ്റ്റ് പറയാൻ സമയമുണ്ടല്ലോ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഓക്കെ. ഞാൻ അത് ക്രെയിൻ അപ്പ് ക്രെയിൻ ഡൗൺ പല 3-4 ആംഗിളിൽ എം ടി ബിൽഡിംഗ് എടുത്ത് ആ എം ടി ബിൽഡിംഗ് പുള്ളി ഉപയോഗിച്ച രീതി ഭയങ്കര ക്ലാപ്സ് കിട്ടിയത് അത് ഫെസ്റ്റിവലിൽ വന്നപ്പോൾ. പക്ഷെ അത് യൂസ് ചെയ്യാൻ ഡയറക്ടേഴ്സ് വന്നിട്ട് ചില ഷോട്ടുകൾ യൂസ് ചെയ്യാൻ ഒരു നോളജ് വേണം. അത് യൂസ് ചെയ്യുമ്പോഴാണ് സിനിമാറ്റോഗ്രാഫർക്ക് ഞാൻ എന്തോ പർപ്പസായിട്ട് ഇൻറ്റൻഷനായിട്ട് എടുത്തതുപോലെയാണ് എല്ലാവർക്കും തോന്നി. പ്ലേസ്മെന്റ് കറക്റ്റായി. പ്ലേസ്മെന്റ് കറക്റ്റ്. ഇനി ചോക്ലേറ്റിലേക്ക് വരാം. ഇപ്പത്തേക്ക് ഭാഷ പറയുകയാണെങ്കിൽ വൈബ് പടം
കുറേ പെൺകുട്ടികളുള്ള ഒരു കോളേജിലേക്ക് ഒരു ആൺകുട്ടി മാത്രം വന്നാലുള്ള ഒരു അവസ്ഥയാണ് പടം. ആൻഡ് വൺ ഓഫ് ദ ഐക്കോണിക് യൂത്ത്ഫുൾ എൻട്രീസ് ഓഫ് എ സ്റ്റാർ, അതായത് ആ ബുള്ളറ്റില് പൃഥ്വിരാജ് ഇങ്ങനെ വരുന്ന ആ അങ്ങനെ ട്രാക്കിംഗ് ഷോട്ട് ആണല്ലോ, അത്രയധികം പെൺകുട്ടികളുടെ ഇടയിൽ കൂടി ഇങ്ങനെ വരികയാണ്. അതിനു മുമ്പ് അങ്ങനത്തെ ഷോട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല. എങ്ങനെയുണ്ടായിരുന്നു ആ സീൻ മൊത്തം ഫ്രെയിം ചെയ്യുമ്പോ, ആ ഷോട്ട് എടുക്കുമ്പോ, ആ എനർജി, ആ ഇൻട്രോ ഷൂട്ട് ചെയ്തത് എങ്ങനെയാ, ഓർമ്മയുണ്ടോ? ഇൻട്രോ ഭയങ്കര ഓർമ്മയുണ്ട്. മനോരമ പത്രത്തിലെയും അത് പറ്റി ഒരു റൈറ്റപ്പ് വന്നായിരുന്നു. അതായത് ഇൻട്രോ എടുക്കുമ്പോൾ അത് ഞാൻ ഒന്ന് കൺസീവ് ചെയ്ത് ഈ ഒരു ഷോട്ട് ഇങ്ങനെ കിട്ടിയാൽ കൊള്ളാന്ന്. അപ്പൊ ഷാഫിയുടെ പോയി പറഞ്ഞു, ഷാഫി ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ഹോർഡിങ്സ് ഉണ്ട്, അത് കാല് വെച്ച് അടിക്കുക. പൃഥ്വിരാജ് ഇവിടെ ബൈക്ക് മുന്നോട്ട് വരുന്ന ലെഫ്റ്റ് സൈഡിൽ ഒരു ഹോർഡിംഗ് ഉണ്ട്, അത് ലെഫ്റ്റ് കാല് വെച്ച് അടിക്കുക. മൂന്നാമതൊരു ഹോർഡിങ് അടിച്ചിട്ട് പുള്ളി ഇങ്ങനെ കറങ്ങി 180 ഡിഗ്രിയിൽ കറങ്ങി ഇറങ്ങുന്നതാണ്. പിന്നെ ക്ലോസപ്പ് നമ്മൾ ഓപ്പോസിറ്റ് ആംഗിൾ എടുക്കാം. ഷാഫി ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു. അതുകൊണ്ടാ എൻ്റെ ആക്ടർ ഫുൾ പടം ചെയ്യാനുണ്ട്, ഇങ്ങനെയൊക്കെ പറ്റുമോ എന്ന്. ഞാൻ പറഞ്ഞ് പറ്റുമെന്ന് പറഞ്ഞാൽ ഇല്ല, വളരെ റിസ്ക് അല്ലേ, നമ്മൾ സ്റ്റണ്ട് മാസ്റ്ററെ വിളിച്ചില്ല. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് എൻ്റെ അസിസ്റ്റൻസ് പറഞ്ഞു, എടാ ഇത് എൻ്റെ മൊബൈലിൽ വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അസിസ്റ്റൻ്റ് കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പോയി ബൈക്ക് എടുത്തിട്ട് 3 ഹോർഡിങ് ആ ഡയറക്ടർ പറഞ്ഞ് സെറ്റ് ചെയ്ത് ഞാൻ അത് ഓട്ടിച്ച് റൈറ്റിലടിച്ചു, ലെഫ്റ്റിലടിച്ചു, തിരിച്ചൊന്ന് എടുത്തിട്ട് എല്ലാം ക്ലാപ്സ് അടിച്ചു. അവിടെ നിന്ന ജൂനിയർ ആർട്ടിസ്റ്റ് എല്ലാവരും. അപ്പം ഞാനത് എങ്ങനെ ചെയ്തെന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ് ഹാസ് കം. അതെടുത്ത് ഞാൻ ഷാഫിട്ടോ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തല്ലോ ഇത് കണ്ടതെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഇത് പൃഥ്വിരാജ് ചെയ്യുമെന്ന് അറിയില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ഈസ് ടു യങ്, ചെയ്യാൻ പറ്റും. അപ്പോൾ രാജു വന്നു. രാജു വന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത്. അപ്പോൾ രാജു പറഞ്ഞു ഈ കാലെടുത്ത് അടിക്കണോ ഹോർഡിങ്സ്, അപ്പോൾ ലെഫ്റ്റ് അടിക്കണോ റൈറ്റ് അടിക്കണോ, ഇത് ഇങ്ങനെ പോസിബിൾ എന്നൊക്കെ ഒന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ അസിസ്റ്റൻ്റ് ഇത് സെർച്ച് ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്ക് ചെയ്തേ പറ്റും. അതെ, പക്ഷെ പുള്ളി ചെയ്തപ്പോൾ സ്റ്റൈലാവില്ല. അത് ക്ലാപ്സ് തിയേറ്ററിൽ കിട്ടിയ പോലെ. ഇതാണ് മനോരമയിലെ റൈറ്റപ്പായിട്ട് വന്നത്. അഴകപ്പണ്ണാണ് ഇതിൻ്റെ ഇത് മുൻകൈ എടുത്തുന്ന എന്തോ പറഞ്ഞിട്ട് ഒരു ടൈറ്റില്ല. അപ്പൊ ചില സമയത്ത് നമ്മൾക്ക് ആ മൊമെന്റിൽ സ്പോണ്ടേനിയസ് ആയിട്ട് തോന്നുന്ന ചില റിസ്കുകളും വർക്ക് ആവും. ഡെഫിനറ്റാ. ഫോട്ടോഗ്രാഫറിൽ പടത്തിൽ അതുപോലെ റിസ്ക് എടുത്തു. ഫോട്ടോഗ്രാഫറിനെ പറ്റി എടുത്തു പറയണം. കാരണം ഇപ്പൊ നരിവേട്ട എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ടോവിനോന്റെ. അപ്പൊ ആ സിനിമ മുഴുവനുമായിട്ടും, അതായത് ഒരു 75% ആ ഇഷ്യൂ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ സീൻസും കാര്യങ്ങളൊക്കെ. പക്ഷെ ആ പടം നമ്മൾ മൊത്തം കാണുന്നതിന്റെ എഫക്റ്റിനേക്കാൾ കൂടുതല ഫോട്ടോഗ്രാഫറുടെ ഒരു സ്പെസിഫിക് സീൻ ഉണ്ടല്ലോ, ഇവരെ അടിച്ചു നിൽക്കുന്നത്, അത് ഫുൾ ഹാൻഡ് ഹെൽഡ് ആയിട്ടാണല്ലോ പോയിരിക്കുന്നത്. അതിനുള്ളൊരു കൊറിയോഗ്രാഫി ഉണ്ട്, ഒരു നാച്ചുറൽ കൊറിയോഗ്രാഫി ഉണ്ട്. ഇവിടെ ഒരു യുദ്ധ മോഡിലാണല്ലോ, നരിവേട്ട കണ്ടാൽ മനസ്സിലാവും, 2 സൈഡിൽ 2 ആളുകൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റേത് ശരിക്കും ഒറിജിനലായിട്ട് നമ്മൾ ആ സമയം ചെയ്യുന്ന ആളുകളുടെ കൂടെ നിൽക്കുന്നത് പോലെയാ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഭയങ്കര നാച്ചുറൽ ആയിട്ടാ ഫോട്ടോഗ്രാഫർ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ അടുത്ത് കൂടി രഞ്ജൻ പ്രമോദ് സാറിന്റെ അടുത്ത് സംസാരിച്ചപ്പോ ഭയങ്കര റിസ്ക് ആയിരുന്നു, ഒക്കെ വഴുക്കുള്ള പാറകളായിരുന്നു എന്നൊക്കെ സാറിന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഫോട്ടോഗ്രാഫറിലേക്ക് വരേണ്ടതുണ്ട്. അതിന് മുമ്പ് ചോദിച്ചോട്ടെ, ഈ ചന്ദ്രോത്സവം എന്നുള്ള സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊരു 3-4 ഇൻട്രോകൾ തന്നെ ഉണ്ട് ലാലേട്ടന്, പല പല ഘട്ടങ്ങളിലായിട്ട്. അതിൽ ഫസ്റ്റത്തെ ഇൻട്രോ സൈക്കിളിലാണ്, സൂപ്പർ സ്റ്റാർ സൈക്കിളിലാണ് വരുന്നത്. വന്നിറങ്ങി ഒരു ഡയലോഗ് പറഞ്ഞ് തീരുമ്പോ കറക്റ്റ് ആയിട്ട് ബാക്കിൽ സൈക്കിള് വീഴണം. അതൊരു പ്രത്യേക ടൈമിംഗ് ആണല്ലോ. അതിന്റെ പിന്നിലത്തെ ട്രിക്ക് എന്താ? അത് നാച്ചുറലായി വീണത്, അത് നാച്ചുറലായിട്ട് വീണത്. അതിലൊന്നും നമ്മൾ ഗിമിക്സ് കാണിച്ചില്ല. ഇത് വീഴണം, കെട്ടുകമ്പി കെട്ടണം, വലിക്കണം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഈ ലാൽ സാറിൻ്റെ അതാണ് എക്സ്പീരിയൻസ് പറയുന്നത്. വന്ന് ആ പൊസിഷൻ നിർത്തിയത് ഒരു വീഴുന്ന, നമ്മൾ ആരും ഇപ്പം മോഹൻലാലാണെങ്കിലും മമ്മൂക്ക ആണെങ്കിലും അവർ എന്താ ഫ്രെയിമിലെ ടേക്കിൽ എന്നുള്ളത് ഡെഫിനറ്റ്ലി നമുക്ക് യൂഹിക്കാൻ പറ്റില്ല. നന്നായിട്ട് ചെയ്യുന്ന മാത്രം യൂഹിക്കാം. അത് പല മമ്മൂക്കയുടെ പടങ്ങളിലെയും ലാലേട്ടൻ്റെ പടങ്ങളിലെയും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ക്യാമറ. അപ്പോൾ അത് സൈക്കിളിൽ വന്നു, അത് വന്ന് അപ്പം പുള്ളി പറഞ്ഞ് അതൊന്ന് കെട്ടുകമ്പി ഒന്ന് വയ്ക്കാണ്ടാന്ന് പറഞ്ഞു. ഞാൻ ആർട്ട് ഡയറക്ടർ പറഞ്ഞ അത് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ അത് വീഴും, അപ്പോൾ ഒന്ന് തിരിഞ്ഞ് നോട്ടം കൊടുക്കാന്ന്. ആ വച്ച സ്റ്റാൻഡ് ഇട്ട രീതി അതുപോലെ നാച്ചുറൽ ടപ്പിന് വീഴുന്നു. അപ്പം അത് ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. അത് ഫിലിമില്ലേ, ഒരിക്കലും റീഷൂട്ട് ചെയ്യാൻ പറ്റില്ല. വീഡിയോ ആണെങ്കിൽ നമ്മൾ വീണ്ടും ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. ഇറ്റ് ഹാപ്പൻഡ്. ഹാപ്പി ആക്സിഡന്റ് എന്നൊക്കെ പറയണത്. അപ്പം അത് പല ഇൻഡ്യൂഷൻ പറയില്ലേ, അല്ലെങ്കിൽ നമ്മൾ
പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നത് അതേ തന്നെ രസതന്ത്രത്തിൽ എനിക്ക് ഒരു ഷോട്ട് കിട്ടിയിരുന്നു. ഇതേപോലെ നമ്മൾ ഒരു മനസ്സിൽ വിചാരിക്കുന്നത് ഓട്ടോമാറ്റിക്കായി നമ്മൾ കിട്ടില്ല എന്ന് പറയുമ്പോൾ കിട്ടും. അതെന്തായിരുന്നു? അസ്ഥി ഒഴുക്കിയിട്ട് നമ്മുടെ അസ്ഥി ഇല്ല മറ്റേ ചിതാഭസ്മം അത് വന്നിട്ട് അച്ഛൻ്റെ ഭരത് ഗോപി സാറുടെ അത് വന്നിട്ട് കടലിൽ എടുത്തിട്ട് ശംഖുമുഖത്തിൽ വന്ന് കടലിൽ എടുത്തിട്ട് ലാൽ സാർ ഇങ്ങനെ വരുമ്പോൾ ഞാൻ തലേ ദിവസം പോയി ലൊക്കേഷൻ കണ്ടിട്ട് ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ സത്യേട്ടനൊക്കെ അവിടെ ഡബ്ബിങ്ങിലായിരുന്നു. അപ്പോൾ ഡെഫിനറ്റായി എടുക്കാൻ പറഞ്ഞു. നടന്നു വരുമ്പോൾ ഒരു ആലകൾ നല്ല ബാക്കിൽ വരുകയാണെങ്കിൽ സ്ലോ മോഷനിൽ നടന്നു വരുമ്പോൾ അതിൻ്റെ ഒരു ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാം. ആ ഫീലിംഗ് ഒരു എമോഷണൽ ഫീലിംഗ് കൂടുതലായിട്ട് വരും. അപ്പോൾ അത് ഞാൻ കണ്ട് എൻ്റെ അസിസ്റ്റൻറ്റ് ഞാനും പോയി ലൊക്കേഷനിൽ നിന്ന് ഇത്ര മണിക്ക് 6 മണിക്ക് ശംഖുമുഖത്തിൽ പോയി നിന്ന് കണ്ടിട്ട് അത് ഉറപ്പിച്ചിട്ടാണ് ഷൂട്ടിങ് കൊണ്ടുപോയി. കൊണ്ടുപോയ ദിവസം വേവ്സേ ഇല്ല, ഇങ്ങനെ ഉറങ്ങുക. അത് കായൽ പോലെയേ ഉണ്ടായിരുന്നു, കടൽ പോലെ തോന്നിയില്ല. അപ്പം ഇപ്പോൾ വരും ടെൻഷനായി. 7 മണിയായി, ബ്രൈറ്റ് ലൈറ്റ് ആയി. 6 മണിക്ക് എടുക്കണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ലാൽ സാർ പറഞ്ഞു ഒന്ന് എടുക്കാമല്ലോ, അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് ആവില്ലേ എന്ന് ചോദിച്ചു. എനിക്ക് ഇഷ്ടമില്ലാതെ തന്നെ ഞാൻ പറഞ്ഞു നോർമലി ഇല്ലെങ്കിൽ നാളെ എടുക്കാമെന്ന് പറയാം. അങ്ങനെ പറയാൻ ഇല്ല, ലാൽ സാർ ഭയങ്കര ബിസി, സത്യേട്ടൻ റിലീസ് ചെയ്യണം പടം, ഓക്കെ ഒരു ക്യാമറയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ എടുക്കാൻ. അപ്പം ഞാൻ എന്താ വെച്ചാൽ അത് വേറെ ഒരു വ്യത്യാസം വരുത്തുമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഒരു കുഴി എടുക്കാൻ പറഞ്ഞു. കുഴി എടുത്തിട്ട് ക്യാമറ അകത്തെ മണ്ണിൻ്റെ അകത്തെ കുഴിയിൽ പോയിട്ട് ക്രെയിൻ ഇങ്ങനെ പൊന്തി വരുമ്പോൾ ലാൽ സാർ നടന്നു വരും. വന്നിട്ട് ഒരു വ്യത്യാസം എന്തെങ്കിലും എഫക്റ്റ് വേണമല്ലോ, ഫ്ലാറ്റായിട്ട് എടുക്കണ്ടെന്ന് വിചാരിച്ചെന്ന് അത് എടുത്ത് ഇങ്ങനെ ലാൽ സാർ വന്നുകൊണ്ടിരിക്കുന്നത് വേവ്സ് വന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുമ്പോൾ ടപ്പ് അങ്ങനെ വേവ്സ് ഭയങ്കര വേവ്സ് അടിച്ച് ലാൽ സാറുടെ ടൈറ്റ് ഫ്രെയിം വരുമ്പോൾ പുള്ളിയുടെ മോഹം കണ്ടിട്ട് ഞാൻ കറഞ്ഞു പോയി. കാരണം ഒരു ഹാപ്പിനെസ് എന്താണെങ്കിൽ അവിടെ വേവ്സ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് കിട്ടി. സെയിം ടൈം ഫ്രെയിമിൽ ആ പുള്ളിക്ക് ആ സൗണ്ട് കേട്ടിട്ട് അതിൻ്റെ ഒരു ഡെപ്ത് കണ്ണിൽ കൊടുത്തു. അപ്പോൾ രണ്ടും സിങ്ക്രണൈസേഷനായി. ഇതുപോലെ കുറേ ഫിലിംസിൽ ഇങ്ങനെ നിമിത്തത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അത് എല്ലാവർക്കും നടന്നു, എനിക്ക് മാത്രമല്ല, എല്ലാ ഡയറക്ടേഴ്സും എല്ലാ സിനിമാറ്റോഗ്രാഫേഴ്സും. സിൻസ് കടൽ മെൻഷൻ ചെയ്ത കാരണം കൊണ്ട് തന്നെ ഈ ചാന്തുവട്ടിലൊരു ഷോട്ട് ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും കൂടിയിട്ട് അതാണ് നേരത്തെ പറഞ്ഞ ചോട്ട മുമ്പില് ബൈക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വെച്ച് സ്ലിപ്പായ കൊള്ളാന്ന് ആലോചിക്കുമ്പോൾ സ്ലിപ്പായി. അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ലെന്തായിട്ട് ഒരു സ്ലിപ്പിങ് ആ ബൈക്ക് ഫോർട്ട് കൊച്ചിയില്ല. നേരത്തെ പറഞ്ഞതിന്റെ ഒരു ഇൻഡ്യൂഷൻ. ഈ നേരത്തെ കടലിനെ പറ്റി പറഞ്ഞപ്പോൾ ചോട്ട മുമ്പിൽ ഒരു സീക്വൻസ് ഉണ്ട്, ഇവർ രണ്ടുപേരും ഹഗ് ചെയ്തിട്ട് മറിയുമ്പോൾ ഈ കടലും കായലും കൂടി ഒരുമിക്കുന്ന ഒരു അങ്ങനെ രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് വെള്ളം വന്ന് ചേരുന്ന ഒരു ഷോട്ടും കൂടി എടുക്കുന്നുണ്ട്. അപ്പൊ അത് എടുക്കാൻ വേണ്ടിട്ട് ലാൽജു സാറ് ഭയങ്കരമായിട്ട് ചാന്തുവട്ടില് ലാൽജു സാർ ദിലീപേട്ടനോട് പറയുന്നു, ദിലീപേട്ടൻ സമ്മതിക്കുന്നില്ല, ആർട്ടിസ്റ്റിന്റെ വേദന നിനക്കറിയില്ല എന്ന് പറയുന്നു. പക്ഷെ ഷോട്ട് ഭയങ്കര ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ആ ഷോട്ട് എടുക്കുമ്പോ അത് ഒട്ടും പ്രിപ്പയർഡ് അല്ല, ആ മൊമെന്റിന് വേണ്ടി പോയി എടുക്കുകയാണ്. എന്തായിരുന്നു അപ്പം ഉണ്ടായിരുന്ന മൈൻഡ് സെറ്റ് എക്സ്പീരിയൻസ്? മൈൻഡ്സ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് കിട്ടിയതാണ്. അത് ഹാൻഡിലാണ് ഷോട്ട്, ഹാൻഡിൽ. കാരണം അത് സ്റ്റാൻഡ് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാൻഡ് പോകഞ്ഞു പോകും, അതെല്ലാം അറിയാം. അപ്പോൾ എനിക്ക് വേവ്സ് വരുമെന്ന് ഒരു ഇൻഡ്യൂഷനിലാണ് നമ്മളവിടെ പിന്നെ നിന്നത്. പക്ഷെ വേവ്സ് വരുന്നില്ല. ഇതേപോലെ റോൾ ചെയ്ത് പോയി അവർ ആ ടൈമിൽ വേവ്സ് വന്നു, കംപ്ലീറ്റ് അവർ കൊണ്ടുപോയി, മൊത്തം നനഞ്ഞു പോയി. അപ്പോൾ ക്യാമറ സപ്പോസ് ട്രൈപ്പറിൽ വെച്ചിരുന്നെങ്കിൽ ഒന്നിൽ വീഡിയോ വരുന്ന ക്യാമറ, അല്ലെങ്കിൽ ഫ്രെയിമിങ് ഔട്ടായിപ്പോൾ. ഷോൾഡറിൽ വെച്ചത് കൊണ്ട് ആ സമയത്തിൽ തോന്നി ഷോൾഡറിൽ വെച്ച് എടുക്കാമെന്ന് തോന്നിയത് കൊണ്ടാണ് ഷോൾഡറിൽ വെച്ച് എടുത്തത് ആ ഷോട്ട്. പിന്നെ സ്ലോ മോഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ അറിഞ്ഞില്ല. അത് ഈ നല്ല മൊമെന്റ് നടക്കുന്നതിനേക്കാൾ തൊട്ട് മുമ്പ് അത് സെൻസ് ചെയ്യാൻ പറ്റണോ ഫോട്ടോഗ്രാഫറിന്? അതെ, ഡെഫിനറ്റ് വി ഹാവ് ടു പ്രേം ഇൻസൈഡ്. നമുക്ക് കിട്ടണം ഇങ്ങനെ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുമ്പോൾ അത് ഡെഫിനറ്റ്ലി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ എനിക്ക് ഭയങ്കര ബിലീഫുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ ചന്ദ്രോത്സവത്തിനാണ് നിർത്തിയത്. ചന്ദ്രോത്സവത്തിന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഈ മോഹൻലാൽ സാറിന്റെ ബർത്ത്ഡേ മാഷപ്പുകളൊക്കെ വരും. അപ്പൊ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഷോട്ടാണ് ഈ തറവാടിന്റെ പൂമുഖത്ത് നിന്ന് ഈ മുണ്ടെടുത്ത് തലയിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് സ്ലോ മോഷനിൽ ഇങ്ങനെ നടന്നു വന്ന് മുണ്ട് വളച്ചു കുത്തുന്ന ഒരു ഷോട്ട്. അതൊരു മാസ് സിനിമയൊന്നും അല്ല, അതൊരു റൊമാൻറ്റിക് സിനിമയാണ്. പക്ഷെ ആ ഷോട്ടിന് വല്ലാത്തൊരു മാസ് ഫീലാണ്. അത് ഇപ്പുറത്ത് നിന്ന് ഷൂട്ട് ചെയ്യുമ്പോഴും ആ ഒരു എനർജി കിട്ടിയിരുന്നോ? ഡെഫിനറ്റ്ലി അദ്ദേഹത്തിൻ്റെ ഒരു ഇത് തന്നെ. നമ്മൾ ഒരു ഫ്രണ്ടിലൊരു ഹില്ല് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ, ആ സാധാരണ ഒരു കുന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ
പെട്ടെന്ന് അത് ഹിമാലയ പോലെ തോന്നുവാണെങ്കിൽ സെയിം ഫീലിംഗ് ആണ്. നമ്മൾ കൊടപ്പന കുന്നിൻ്റെ ഷോട്ട് എടുക്കുന്നു, എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിഷ്വലിൽ കിട്ടുന്ന ആ ലെൻസിങ്, അതിൻ്റെ കളർ, അതിൻ്റെ പെർഫോമൻസ് എല്ലാം കൂടി ഒരു ഹിമാലയ കിട്ടുന്ന പോലെ നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ, അതുപോലെയാണ് ലാൽ സാറിൻ്റെ ആ വരവ്. ഒരിക്കലും ഒരു ഷോട്ടെന്ന് മാത്രം പറഞ്ഞത് ഇത്. അപ്പോൾ അദ്ദേഹം നടന്നു വന്നു സ്ലോയിലാണ് എടുക്കാം, അല്ലല്ലോ സ്ലോ മോഷൻ. അന്ന് സ്ലോ മോഷൻ എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റഡാ, ഇന്ന് പോലെ വീഡിയോ ഇല്ലല്ലോ. ഫിലിം ഇസ് കാൽക്കുലേറ്റ്. 50,000 ഫീറ്റിലെ പടം ചെയ്യണം, 60,000 ഫീറ്റിലെ പടം ചെയ്യണം തീരുമാനിച്ചിട്ടാണ് പടം ചെയ്യുന്നത്, ബഡ്ജറ്റിങ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ലോ മോഷൻ റിപ്പീറ്റ് എടുക്കുന്നത് എല്ലാവരും പ്രൊഡ്യൂസറൊക്കെ ഭയങ്കര അൺഹാപ്പി ആവും. ആ സമയത്തിലാണ് നമ്മൾ ക്യാമറ വയ്ക്കുന്നത്, ഇത് വയ്ക്കുന്നത്, ലാൽ സാർ നടന്നു വരാൻ പറയുന്നത്. ലാൽ സാർ നടന്നു വരുമ്പോൾ വേറെ ഒരു ഫിഗറായിട്ട് പുള്ളി ട്രാൻസ്ഫോർമേഷൻ ആവുന്നത് നമ്മൾ ക്യാമറയിൽ കാണും. അപ്പോൾ കട്ട് ചെയ്യാൻ പോലും തോന്നില്ല, ലെറ്റ് ഹിം കണ്ടിന്യൂ എന്ന് വിചാരിക്കും. അതിൽ ഒരേ ഒരു പേടി എന്താണെങ്കിൽ ഫോക്കസ് പുല്ലറില്ലേ, അവർക്കാണ് സിനിമാറ്റോഗ്രാഫറെക്കാട്ടിലും ടഫാണ്. അന്നത്തെ സിനിമ ഫോക്കസ് എന്ന് പറയുന്നത് എല്ലാം മാനുവലാണ്, എവറിത്തിങ് ഇസ് മാനുവലാണ്. എന്ന പോലെ ഡിജിറ്റൽ പോലെ ടച്ച് ചെയ്യാൻ പറ്റില്ല. സോ ഡിപ്പെൻഡ് അപ്പൺ ഫോക്കസ് പുല്ലാണ്. അപ്പം ഭാഗ്യം കൊണ്ട് പല പടങ്ങളിലും എനിക്ക് ഷാർപ്പ് ഫോക്കസ് കിട്ടുന്നത് നമ്മുടെ അസിസ്റ്റൻസ് കാരണമാണ്. ഈ ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.